പ്രിയപ്പെട്ട സഖാക്കളെ, ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. 3 ഗ്രാമങ്ങളാണ് തുടച്ചു നീക്കപ്പെട്ടത്. ആ ഉരുൾപൊട്ടൽ സംഭവിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ആ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഒരു ഡെലിഗേഷനുമായി നമ്മൾ വന്നിരുന്നു. അന്ന് കണ്ട ഒരു സ്ഥിതി, ഞാൻ ഇതിനു മുമ്പും നിരവധി ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കേരളം ഒറ്റക്കെട്ടായി LDF സർക്കാരിന്റെ ഈ പ്രവർത്തനം, അതിനെല്ലാം ഒറ്റക്കെട്ടായി ആ റിലീഫ് പ്രവർത്തനത്തെ നയിച്ച രീതി ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ മറ്റു വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. 1999 നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. ഒരുവിധ സംസ്ഥാന സർക്കാരിന്റെ ഒരുവിധ സംവിധാനവും അവിടെ ഉണ്ടായിട്ടില്ല. മറ്റു ചില ദുരിതങ്ങൾ സംഭവിക്കുമ്പോഴും, ഫൈലിൻ സൈക്ലോൺ ആന്ധ്ര തെലങ്കാനയിലും മറ്റും എവിടെയും ഒരു സർക്കാർ സംവിധാനം ആ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം വേറെ എവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നാട്ടുകാർ, കേരളത്തിലെ ജനത രാഷ്ട്രീയ ഭേദം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായാണ് അന്ന് വയനാടിനൊപ്പം നിന്നത്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, വയനാടിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇവിടെ ബാബു സഖാവ് സൂചിപ്പിച്ച മാതിരി ഈ ഒരു ദുരന്തം സംഭവിച്ച് നിരവധി ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ വന്നത് തന്നെ. ആ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വന്നത് വലിയ വാർത്തയായിരുന്നു. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ട ഒരു പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ പ്രതീക്ഷയോടെ കണ്ടതാണ്. പക്ഷെ എന്താ, പ്രധാനമന്ത്രി തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും വയനാടിന് വേണ്ടി ചെയ്തോ? ഏകദേശം 298 പേരാണ് അതിൽ മരിച്ചതായി അറിയുന്നത്. നിരവധി ആൾക്കാർ കാണാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളം ആവശ്യപ്പെട്ടത് അവിടുത്തെ ബാധിക്കപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ചുരുങ്ങിയത് 2000 കോടിയെങ്കിലും നൽകണമെന്നാണ്. പക്ഷെ എന്താ ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്? അങ്ങോട്ട് വന്ന വ്യോമസേന, അതിന് ചെലവായത് കേരള സർക്കാർ, LDF സർക്കാർ കേന്ദ്രത്തിന് നൽകണം എന്നാണ് BJP സർക്കാർ എടുക്കുന്ന നിലപാട്. ഇതെന്ത് LDFന് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണോ? Is this an issue which is only affecting people of the Left Democratic Front? I want to ask the Member of Parliament from Wayanad, Priyanka Gandhi, and her brother Rahul Gandhi, who was earlier a Member of Parliament. Where are they when the people are on the streets struggling? ജനങ്ങൾ സമരമുഖത്തായിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേരളം എന്തേ ഇന്ത്യയിലല്ലേ എന്ന വലിയൊരു പ്രചരണവും വലിയൊരു സമര പരിപാടിയും ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ട് കേരളത്തിലുണ്ട്? നിരന്തരം കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സമീപനം കേന്ദ്ര സർക്കാർ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷമായ കോൺഗ്രസ്, കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF, അവരുടെ നിലപാട് എന്താണ്? LDF സർക്കാരിനെ ദ്രോഹിക്കുന്നതാണെങ്കിൽ നടക്കട്ടെ എന്ന ഒരു നിലപാടാണോ? ഈ ദുരിതം അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുകയല്ലേ
ഇവിടെ റൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വന്യമൃഗശല്യത്തെ പറ്റി. എത്ര ആൾക്കാരാണ് വയനാട്ടിൽ തന്നെ കൊല്ലപ്പെട്ടത്? ഈ അടുത്ത കാലത്ത് കടുവ കടിച്ചു കീറിക്കൊണ്ട് രാധ എന്ന തൊഴിലാളി കൊല്ലപ്പെട്ടില്ലേ? അപ്പൊ ആ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി അവിടെ എന്താ പറഞ്ഞത്? ഈ 72-ലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതിലൊരു മാറ്റത്തിനും അവർ തയ്യാറല്ല. അത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. എമർജൻസി കാലത്താണ് സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന രീതിയിൽ അതിൽ ഭേദഗതികൾ കൊണ്ടുവന്നത്. പിന്നീട് അത് കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള നിലപാടാണ് കോൺഗ്രസും BJP-യും സ്വീകരിച്ചത്. എന്നിട്ട് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് കത്തെഴുതിക്കൊണ്ടിരിക്കുക. നരേന്ദ്രമോദിക്ക് കത്തെഴുതിയോ? Forest Minister, have you written letters to the Prime Minister? We want to ask a question to the Wayanad Member of Parliament. Have you raised this question before the Prime Minister or the Forest Minister? Why are you silent? Is it because your grandmother has made this Wildlife Protection Act and has strengthened it against the interests of the people of our country? Is it because you are hand in glove with the conservation lobby? ഒരു കൺസർവേഷൻ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒപ്പം നിൽക്കുന്ന നിരവധി രാഷ്ട്രീയക്കാരുണ്ട്. ഇവർ ഉത്തരം പറയണം. ഇന്നെന്താ നടക്കുന്നത്? ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ആനകളെ സംരക്ഷിക്കാൻ വേണ്ടി ആന വഴിത്താരുകൾ കൊണ്ടുവരണമെന്നാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 21 ആന വഴിത്താരുകളായിരുന്നു മുമ്പ് നിർണയിച്ചെങ്കിൽ ഇന്നത് ഒരു ചർച്ചയും ഒരു സർവേ ഒന്നും നടത്താതെ അത് 42ആയി വർദ്ധിച്ചു. ആനകൾക്ക് സംരക്ഷണമുണ്ട്. സാധാരണ കർഷകർക്കും ജനങ്ങൾക്കും സംരക്ഷണമില്ല എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷെ ഈ ആന വഴിത്താരയും ടൈഗർ കൺസർവേഷൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ വലിയ വൻകിട NGO-കൾ, ഇന്റർനാഷണൽ NGO-കൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സമീപനം മുമ്പും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ഒക്കെ സമീപനം മുമ്പും സ്പെയിനിലത്തെ അന്നത്തെ ഫ്രാങ്കോ സർക്കാരിനൊപ്പം നിന്ന ഒരു സംഘടനയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ. അവിടുത്തെ ഫാസിസ്റ്റ് സർക്കാരിനൊപ്പം നിന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇവരൊക്കെയാണ് അഡ്വൈസറി ബോർഡ്. ഇവരാണ് നിലപാടുകൾ ഈ ആന വഴിത്താരയായാലും ടൈഗർ കൺസർവേഷന് വേണ്ടിയൊക്കെ. അപ്പൊ ഈ വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളുടെ സ്ഥിതി എന്താ? വനങ്ങളിൽ പരമ്പരാഗതമായി താമസിക്കുന്ന സാധാരണക്കാരുടെ സ്ഥിതി എന്താ? അവർക്ക് പട്ടയം നൽകണമെന്നാണ് വനാവകാശ നിയമം പറയുന്നത്. നിങ്ങളുടെ ഒരു ആവശ്യം 2200 മറ്റോ ആൾക്കാർക്ക് പട്ടയം നൽകണമെന്നാണ്. ആ പട്ടയം നൽകാൻ വേണ്ടി എന്താണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? ഒരു ജോയിന്റ് സർവേ നടത്തിക്കൊണ്ട് ആണ് തീരുമാനിച്ച് 2200 പേർക്ക് പട്ടയം നൽകണം. ഇതുവരെ നൽകാൻ തയ്യാറല്ല. കേന്ദ്ര സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. കേരളത്തിലെ LDF സർക്കാരിന്റെ അല്ല. ആ തീരുമാനം എടുക്കേണ്ട കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഇന്ന് വന്യമൃഗശല്യം നേരിടുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും വന്യമൃഗശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. സഖാവ് ശിവദാസൻ ഇവിടെ കുറച്ച് കണക്കുകൾ പറഞ്ഞിരുന്നു. പക്ഷെ 2017-നും 2022-നും ഇടയിലെ ഒരു സ്ഥിതി നമ്മൾ എടുത്താൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആയാലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും അത് കേരളമായാലും എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. ശരാശരി 2017-നും 2022-നും ഇടയിൽ ശരാശരി 460 ആൾക്കാർ ഓരോ സംസ്ഥാനത്തും കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. ആന കാരണം, കടുവ കാരണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു വെറും ഒരു പ്രത്യേക ഒരു പാർട്ടിയുടെയോ അല്ല ഒരു ജില്ലയുടെയോ പ്രശ്നമായിട്ട് ഇന്ന് നിൽക്കുന്നില്ല. ആരളം ഫാമിൽ ഇന്നലെ 2 ആദിവാസികളെയാണ് ആന ചവിട്ടിക്കൊന്നത്. എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഈ
1972 വൈൽഡ് ലൈഫ് ആക്ടിൽ ഒരു ഭേദഗതി കൊണ്ടുവരണം എന്ന നിലപാട് വളരെ ശരിയായ ഒരു നിലപാടാണ്. ആ നിലപാടിനൊപ്പം UDF ഉണ്ടോ ഇല്ലോ എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ആ നിലപാടിനൊപ്പം കേരളത്തിലെ BJP ഉണ്ടോ ഇല്ലോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. എന്താ കേരളത്തിന്റെ BJP മിനിസ്റ്റർമാരുടെ സ്ഥിതി? BJP മിനിസ്റ്റർമാരുടെ സ്ഥിതി സുരേഷ് ഗോപി ആയാലും മുരളീധരനായാലും അതൊരു ചെറിയ ദുരന്തമായിരുന്നല്ലേ? ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും മറ്റും നടന്നത് ചെറിയൊരു ദുരന്തമായിരുന്നില്ലേ എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗ് ഇവിടെ വന്നിരിക്കുന്നു. जो इस देश का सरकार नरेंद्र मोदी का सरकार केरल में वायनाड में जिस तरीके से आपदा हुआ, पूरा दुनिया भर के जनता वायनाड के साथ खड़ा रहा, तो केरल में जो दुर्घटना हुआ पर देश का प्रधानमंत्री और यहां का सरकार अब तक 1 रुपया भी हमारे वायनाड को नहीं दिया। और उतना ही नहीं, प्रधानमंत्री जो घटना के 2 हफ्ते बाद केरल में आए और वायनाड गए, वहां पे उसके बाद उनका यात्रा का जो खर्च है वो केरल का सरकार भरने के लिए बोल रहे हैं। वहां जो हमारे वायुसेना को इस्तेमाल किया राहत कार्य के लिए, वो वायुसेना का जो खर्च हुआ वो केरल का सरकार उठाना पड़ रहा है। इस तरीके का स्थिति है। वायनाड में जो हुआ उसके बाद आंध्र प्रदेश में आपदा हुआ, त्रिपुरा में हुआ, आंध्र प्रदेश को लगभग 3,500 करोड़ दिया गया बिना कोई रिपोर्ट के। केरल के लोग, केरल के मिनिस्टर कह रहे हैं कि केरला सरकार रिपोर्ट नहीं दिया, इसलिए झूठ बोल रहे क्योंकि हमारे सरकार वहां से रिपोर्ट दिया है। ये स्थिति है। कुछ बातें यहां हिंदी में इसलिए कह रहा हूं क्योंकि आसपास में जो लोग खड़े हैं, हमारे साथी संजय सिंह जो यहां आए हैं, उनको भी थोड़ा इन मुद्दों के बारे में जानकारी हो। लगातार जो किसानों पर वहां पे कभी हाथी द्वारा, कभी टाइगर द्वारा मारा जा रहा है, वहां खेती योग्य जगह नहीं है। आज जनता खेती से बाहर निकलने का स्थिति है। ഏറ്റവും രൂക്ഷമായ ഒരു പ്രതിസന്ധി മുമ്പ് കേരളത്തിൽ വയനാട് നേരിട്ടിട്ടുണ്ട്. കാർഷിക പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അന്ന് സർക്കാർ കൊണ്ടുവന്ന നയങ്ങളായിരുന്നു അതിന് കാരണം. അന്ന് ആസിയാൻ കരാറായിരുന്നു അതിന് കാരണം. ഇന്ന് ആ ആസിയാൻ കരാർ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യം കൂടി കർഷകർ കൃഷിയിൽ നിന്ന് പുറത്തോട്ട് പോകണം എന്ന ഒരു ഗൂഢാലോചനയാണ് കേന്ദ്ര സർക്കാർ. I am accusing the central government that it is a conspiracy that the farmers should give up agriculture, leave agriculture land, so that their intention of giving the agriculture land to corporate people can be done. That is the direction in which this central government is going. Because this is not a Kerala specific problem, wild animal menace. I have gone to Himachal regularly. Himachal, the number of monkeys is so high. Number of monkeys is so high and the damage cost is per year is more than 500 crores in Himachal because of the horticultural crops, vegetables, everything being destroyed. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ചില വന്യമൃഗങ്ങളെ ഷെഡ്യൂൾ ലിസ്റ്റ് എടുത്തു കളയണമെന്ന്. കാട്ടുപന്നി ശല്യം വലിയ രീതിയിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും. ഹിമാചലിൽ നടന്ന ഒരു സമരം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും യോജിപ്പിച്ച് നടത്തിയ ഒരു സമരമായിരുന്നു.
കർഷകർ മാത്രമല്ല മറ്റു വിഭാഗത്തിൽപ്പെട്ടവരും കുരങ്ങ് ശല്യത്തിനെതിരെ അന്ന് BJP ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അതൊരു ജനകീയ പ്രക്ഷോഭമായി വളർന്നു. എന്താ അവിടുത്തെ BJP സർക്കാർ ചെയ്തത്? BJP സർക്കാർ പറഞ്ഞു ഇത് ബാലിയുടെ ബന്ധുക്കളാണ്, അപ്പോ ഈ കുരങ്ങന്മാരെ കൊല്ലാം, ഇത് ഹനുമാന്റെ ബന്ധുക്കളല്ല, ഇത് ബാലിയുടെ ബന്ധുക്കളാണ്, കൊല്ലാം എന്നാണ് BJP സർക്കാർ അന്ന് അവിടെ പറഞ്ഞത്. പിന്നീട് മനേക ഗാന്ധി അതിനെതിരെ കോടതിയിൽ പോയി. മനേക ഗാന്ധിയും BJP അവിടെ ഈ തീരുമാനം എടുത്ത സർക്കാർ നമ്മുടെ സമരങ്ങൾ കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്ന ഒരു സർക്കാർ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമരം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. മുമ്പ് കേരളത്തിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ കാർഷിക പ്രതിസന്ധി കാരണം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനെതിരെ വയനാടാണ് ഒരു വഴി കാണിച്ചത്. അന്ന് ആ സമരത്തിൽ LDF മാത്രമായിരുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരത്തിൽ നമ്മളൊപ്പം ഈ നമ്മുടെ ഡിമാൻഡ്സിനോട് യോജിക്കുന്ന ഏതൊരു പാർട്ടി ആയാലും അവരെയും ചേർത്തുകൊണ്ട് മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെയും ചേർത്തുകൊണ്ട് ഒരു ഐക്യ സമരം, വലിയ വ്യാപകമായ ഒരു സമരത്തിന് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഓരോ നിലപാടും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ എടുക്കുന്ന നിലപാടാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടത്? നെല്ല് സംഭരിക്കാൻ കേന്ദ്രം നൽകേണ്ട വിഹിതം നൽകാതിരിക്കുക, കേന്ദ്രത്തിന്റെ വിഹിതം നൽകാതിരിക്കുക. പക്ഷേ സംസ്ഥാനത്ത് എന്താ നടക്കുന്നത്? BJPയും കോൺഗ്രസും UDFും BJPയും ഒറ്റക്കെട്ടായി അക്രമാസക്തമായി കേരളത്തിലെ LDF സർക്കാരിനെതിരെ സമരം അഴിച്ചുവിടുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി, LDF സർക്കാരിനെതിരെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ആണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. UDFന്റെ നിലപാട് എന്തായിരുന്നു? UDF നിലപാട് അത് നടക്കട്ടെ എന്നാണ്. അങ്ങനെ ഒരു സ്ഥിതി ആയിക്കോട്ടെ. കന്നഡയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പ സത്ര ഉള്ളേതു സ്ഥിതിക്ക് ആംബടെ സിഗത്തെ. അച്ഛൻ മരിച്ചാൽ നല്ലതാണ്, ചത്തോറൂട്ടലിന് വട കിട്ടും എന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്. മലയാളത്തിലുണ്ടാവും. ഞാൻ പഠിച്ചൊക്കെ കർണാടകയിലും ഡൽഹിയിലുമാണ്. അപ്പോ ആ രീതിയിലുള്ള ഒരു നിലപാട്, കേരള ജനതയെ ദ്രോഹിക്കുന്ന നിലപാട്. ഇന്ന് നമ്മൾ നടത്തുന്ന ഈ സമരം കേരള ജനതയുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള സമരമാണ്. ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അറിയിക്കുന്ന അവകാശങ്ങൾ അത് നൽകാതിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ്. तो उस स्थिति में जो यहाँ हमारे नेता कांग्रेस के हैं राहुल गांधी और प्रियंका गांधी, इनसे हम कहना चाहते हैं आपका चुप्पी तोड़ो। नरेंद्र मोदी के खिलाफ आपका चुप्पी तोड़ना होगा। और यहाँ वायनाड के जो जनता जो न्याय के लिए लड़ रहे हैं, वहां उनके 3 गांव पूरा का पूरा प्राकृतिक आपदा में ढह गया। उन लोगों के साथ खड़ा होना होगा, ये जरूरी है। मैं और बहुत लंबा नहीं बोलना चाहता हूं क्योंकि हमारे और वक्ता है, हम उनको भी सुनना है. ഇനി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മറ്റ് വക്താക്കളും ഉണ്ട്. സഞ്ജയ് സിംഗ് ഇവിടെ വന്നിരിക്കുന്നു. തീർച്ചയായും ഈ സമരത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇൻക്ലാബ്.